Okay, welcome you all to second video on multiple integrals. Section 6.4 Change of variables in double integrals. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡബിൾ ഇൻ്റഗ്രൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഒക്കെ ചെയ്തിരുന്നു. അതുപയോഗിച്ച് വോളിയവും മാസും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ചില പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ചില കേസിൽ ബുദ്ധിമുട്ടായിട്ട് വരും. ഈ പറയുന്ന ഡബിൾ ഇൻ്റഗ്രൽ ട്രിപ്പിൾ ഇൻ്റഗ്രലൊക്കെ ചില കേസിൽ ഇൻ്റഗ്രേഷൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരു പുതിയ മെത്തേഡ് സ്വീകരിക്കും. അതാണ് ചേഞ്ച് ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കാം. ആദ്യം ഡെഫിനിഷൻ നോക്കാം. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് യു വി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു വൈ ഓഫ് യു വി, then the Jacobian 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 of xy with respect to uv is j is equal to dou xy divided by dou uv is equal to, അപ്പോൾ ഇതാണ് ഫോർമുല ജക്കോബിയൻ. അപ്പോൾ എക്സിൻ്റെ വൈയുടെ പ്രത്യേകത എന്താ? എക്സും വൈയും യുവും വിയും വരുന്ന ഏതെങ്കിലും ആക്ച്വലി വേരിയബിൾസ് ആരൊക്കെയാ? എക്സും വൈയും ആണ് വേരിയബിൾസ്. ആ എക്സിനെ മറ്റ് രണ്ട് വേരിയബിൾസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി. അതേപോലെ വൈ എന്ന് പറയുന്നതും മറ്റ് രണ്ട് വേരിയബിൾസ് യുവിൻ്റെയും വിയുടെയും ടേംസിലായിരിക്കും എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജനറലി യു വി എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ യുവിൻ്റെയും വിയുടെയും സ്ഥാനത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പ്രോബ്ലത്തിൽ പറയും. നിങ്ങൾക്ക് ഒരേ ഒരു പ്രോബ്ലം മാത്രമേ നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ളൂ. ജനറലി ഇത് ധാരാളം വാല്യൂസ് യുവിനും വിക്കും വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യുവും വിക്കും ഒരു എക്സാമ്പിൾ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. എന്തായാലും ഇത്ര ഓർത്തിരിക്കുക, എക്സും വൈയും വേരിയബിൾസ് ആണ്. ആ എക്സിനെ മറ്റ് രണ്ട് വേരിയബിൾസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വൈയും എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൺവേർഷനാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എക്സ് വൈയിൽ നിന്നും യു വിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ ഇൻ്റഗ്രേഷന് നമുക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങൾക്ക് ഇൻ്റഗ്രേഷനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാകും. അതായത് ഇപ്പോൾ നമ്മളിപ്പം എന്താണ് ഒരു പ്രോബ്ലം ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇത് ഓർമ്മയുണ്ടാകുന്നത് എങ്ങനെ? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ലെറ്റ് യു ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുന്നു. സോ വാട്ട് ഈസ് ഡി യു? ഡി യു ഇസ് ഈക്വൽ ടു 2x dx. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റഗ്രൽ എങ്ങനെ മാറും? ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സ്ക്വയർ എന്നുള്ളത് ഇ റൈസ് ടു യു ആയിട്ട് മാറും. ആ എക്സ് ഡി എക്സ് എന്നുള്ളത് ഡി യു ബൈ 2 ആയിട്ട് മാറും. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിൾസ് പഠിച്ചിട്ടുണ്ട്. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷനകത്തെ വേരിയബിൾ എക്സ് ആയിരുന്നു, അത് നമ്മളൊരു പുതിയ ഫോമിലേക്ക് മാറ്റി ആ എക്സ് മാറി എന്തായിട്ട് മാറി? യു ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഫംഗ്ഷൻ്റെ ഒരു മാറ്റം ഉണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന ഫംഗ്ഷൻ്റെ ഫോം ഇങ്ങനെയായിരുന്നു, എക്സ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ എന്നാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എക്സ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ ആണ് മാറി. ആ എക്സ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ എന്നുള്ളത് ഇപ്പോൾ എന്തായിട്ട് മാറി? ഇതാ യു ബൈ 2 ആയിട്ട് മാറി. ഇ റൈസ് ടു യു ബൈ 2 ആയിട്ട് മാറി. അതുകൊണ്ട് ആ ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ ജി എന്ന് വിളിക്കാം. സോ വാട്ട് ഈസ് ജി? ജി ഓഫ് യു ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു യു ബൈ 2. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സിലുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയിരുന്നു, അത് യുവിലേക്ക് മാറിയപ്പോൾ അത് ജി ഓഫ് യു ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ +2 പഠിക്കുന്നതാണ്. ഇൻ്റഗ്രേഷന് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ എക്സ് ഇസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് യു ഓൺലി. എക്സിനെ നമ്മൾ യുവിൻ്റെ മാത്രം ഫംഗ്ഷനായിട്ടാണ് നമ്മൾ എഴുതിയിരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഹയർ ലെവൽ വരുമ്പോഴത്തേക്കും അത് ഒന്നിലധികം വേരിയബിൾസിൻ്റെ ഫംഗ്ഷനായിട്ടാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസിൻ്റെ ഫംഗ്ഷനാണ്. അങ്ങനെയെങ്കിൽ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനുണ്ട്. അതിനെ വിളിക്കുന്നവരാണ് ജക്കോബിയൻ. അപ്പോൾ ജക്കോബിയൻ കാണാനുള്ള ഫോർമുല എന്താ? ഡോ എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡോ യു വി. നമുക്കറിയാം ഡോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നതിനകത്ത് ഒന്നിലധികം വേരിയബിൾ ഉണ്ട്. അപ്പോൾ എക്സിനെ നമുക്ക് ഇപ്പോൾ എക്സ് യുവും വി ഉള്ളതുകൊണ്ട് എക്സിനകത്ത് യുവും വി ഉള്ളതുകൊണ്ട് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു യു എന്നല്ല പറയുന്നത്. ഒന്നിലധികം വേരിയബിൾസ് ഉള്ളപ്പോഴൊക്കെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ഉപയോഗിക്കും? പാർഷ്യൽ ഡിഫറൻസിയേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് യുവും വിയും വരുന്ന ഫംഗ്ഷനാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എക്സിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ പറയാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പഠിക്കാനില്ല എങ്കിലും ഞാൻ തൽക്കാലം പറയുകയാണ്. ചിലപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ വരാം, എക്സ് ഈക്വൽ ടു സം യു പ്ലസ് വി എന്ന് വരാം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും? ഡോ എക്സ് ബൈ ഡോ യു കാണാം, അതേപോലെ ഡോ എക്സ് ബൈ ഡോ വി കാണാം. ചിലപ്പം എക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, യു സൈൻ വി എന്നായിരിക്കും എക്സ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡോ എക്സ് ബൈ ഡോ യു കാണാൻ പറ്റും, ഡോ എക്സ് ബൈ ഡോ വി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പം എക്സിനെ ഒന്നിലധികം വേരിയബിൾസിൻ്റെ ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്തപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് നോക്കിയാൽ ഡോ ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡോ ഓഫ് യു വി ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ്. ഇതൊരു ഡിറ്റർമിനൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഡിറ്റർമിനൻ്റ് ഫസ്റ്റ് റോയിൽ ആരൊക്കെ വരും? ഫസ്റ്റ് റോയിൽ വരുന്നത് ഡോ എക്സ് ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ യു. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഫോമുല എഴുതിയെങ്കിൽ പോലും നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം, ഈ ഫോമുല വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം, ഇത് വേണമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. കാര്യം ഇത് ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് രണ്ട് ഫോമുല ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഏറ്റവും സൗകര്യം ഈ ഫോമുല യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഫോമുല പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഫോമുല മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആദ്യത്തെ ഫോമുല നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് കാണാനുള്ള ഫോമുല ഇതാണ്. ഡിറ്റർമിനൻ്റ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എക്സ് എന്നുള്ള വേരിയബിളിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നു, അതാണ് വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുന്നു, അതാണ് ഡോ എക്സ് ബൈ ഡോ യു വന്നിരിക്കുന്നത്. അതേപോലെ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വി ചെയ്യുന്നു, അതാണ് ഡോ എക്സ് ബൈ ഡോ വി. അടുത്തത് എന്ത് ചെയ്യുന്നു? വീണ്ടും വൈ എടുക്കുന്നു, വൈ എന്നുള്ള വേരിയബിളിനെ വിത്ത് റെസ്പെക്ട് ടു യു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അത് ഡോ വൈ ബൈ ഡോ യു കിട്ടും. വൈയെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അതാണ് ഡോ വൈ ബൈ ഡോ വി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന വാല്യൂസ് എല്ലാം കൂടെ എടുത്ത് ഒരു ഡിറ്റർമിനൻ്റ് കിട്ടും. ആ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ ജക്കോബിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജക്കോബിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡിറ്റർമിനൻ്റ് ആണ്. ആ ഡിറ്റർമിനൻറ്റിനകത്ത് ആരൊക്കെ വരും? ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി ആൻഡ് ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജക്കോബിയൻ കിട്ടും. ഈ ജക്കോബിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സാധാരണ ഒരു ഇൻ്റഗ്രൽ, ഇതുവരെ നമ്മൾ ചെയ്തത് എന്താ? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്നതിനെ നമ്മൾ നേരിട്ട് ഡബിൾ ഇൻ്റഗ്രലിൻ്റെ സ്ഥാനത്ത് ഒന്നിടത്ത് എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുന്നു, അടുത്ത ഇൻ്റഗ്രലിൻ്റെ സ്ഥാനത്ത് വൈയുടെ ലിമിറ്റ് കൊടുക്കുന്നു, എഫ് ഓഫ് എക്സ് വൈ എഴുതുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അത് എളുപ്പത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ എല്ലായ്പ്പോഴും അത് എളുപ്പത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ചേഞ്ച് ഓഫ് വേരിയബിൾസിലേക്ക് പോകുന്നത്, അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എക്സ് ഇ റേസ് ടു എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് വേറെ മെത്തേഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് പോയത്. എന്ന് പറയുന്ന പോലെ ചില പ്രോബ്ലം ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് വേറെ മെത്തേഡൊന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിൾസിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഫോമുല നിങ്ങൾ ഓർത്ത് വെക്കുക. ചേഞ്ച് ഓഫ് വേരിയബിൾ ഫോമുലയാണ് ഓർത്തിരിക്കേണ്ടത്. ഫോമുല എങ്ങനെയാണ് വന്നേക്കെന്ന് നോക്കി. ചേഞ്ച് ഓഫ് വേരിയബിൾ ഫോമുല ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്നതിനെ നമ്മളൊരു പുതിയ ഫോമുലയിലേക്ക് മാറി. പുതിയ ഫോമുലയിലേക്ക് മാറിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്ന് നോക്കുക. ആർ എന്നുള്ളത് എന്തായിട്ട് മാറി? ആർ ഡാഷ് ആയിട്ട് മാറി. നേരത്തെ പറഞ്ഞു എഫ് ഓഫ് എക്സിനെ നമ്മൾ ജി ഓഫ് യു എന്ന് എഴുതിയല്ലോ. നേരത്തെ എക്സാമ്പിളിനകത്ത് എഫ് ഓഫ് എക്സ് എക്സ് ഇ റേസ് ടു എക്സ് സ്ക്വയർ ആയിരുന്നു. എഫ് ഓഫ് യു എന്നുള്ളത് ഇ റേസ് ടു യു ബൈ 2 ആയിട്ട് മാറ്റി. അതേപോലെ നമ്മളിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷനകത്തുള്ള വേരിയബിൾസ് എക്സും വൈയും ആയിരുന്നു. ഒരു പുതിയ ഫംഗ്ഷൻ കിട്ടുന്നു, ആ ഫംഗ്ഷനാണ് ജി ഓഫ് യു വി. കൂടാതെ ഇപ്പുറത്തോട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ജക്കോബിയൻ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ജക്കോബിയൻ, ആ ജക്കോബിയൻ്റെ മോഡുലസ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് സിമ്പിൾസ് മാറിപ്പോകരുത്. ഇവിടുത്തെ ഈ രണ്ട് വെർട്ടിക്കൽ ലൈനിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ്റ് ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ വെർട്ടിക്കൽ ലൈൻ ഉദ്ദേശിക്കുന്നത് ജക്കോബിയൻ്റെ മോഡുലസ് ആണ്. അപ്പോൾ ജക്കോബിയൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. എന്താണോ കിട്ടുന്നത് അതിൻ്റെ മോഡുലസ് വാല്യൂ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ജക്കോബിയൻ കാൽക്കുലേറ്റ് ചെയ്യാം. ആ ജക്കോബിയനിൽ നിന്നും നമുക്ക് ഇത് എഴുതാൻ സാധിക്കും. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡാഷ് ജി ഓഫ് യു വി ജക്കോബിയൻ കൊടുക്കുന്നു. പിന്നെ എക്സ് വൈ ഡി എക്സ് ഡി വൈക്ക് പകരം ഇവിടെ ഡി എക്സ് ഡി വൈ ആണ് വന്നിരിക്കുന്നത്. ആ ഡി എക്സ് ഡി വൈക്ക് പകരം പുതിയ വേരിയബിൾസ് ആയി ആരൊക്കെ? ഡി യു ഡി വി ആയിട്ട് മാറി. അതാണ് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ കാര്യം. ഡി എക്സ് എന്നുള്ളത് അവിടെ ഡി യു ആയിട്ട് മാറി എന്ന് പറയുന്ന പോലെ ഇവിടെ ഡി എക്സ് ഡി വൈ എന്തായിട്ട് മാറി? ഡി യു ഡി വി ആയിട്ട് മാറി. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്ത് വെക്കുക. Where here R is the region in xy plane,
ആർ ഡാഷ് ഇസ് ദ റീജിയൻ ഇൻ യു വി പ്ലെയിൻ. അപ്പോൾ വേറെ ഒന്നുമില്ല, എക്സ് വൈ പ്ലെയിൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രണ്ട് പ്ലെയിൻസ് ഉണ്ട്. ഒരു പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ അതിൻ്റെ ഗ്രാഫിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതാണ് വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സും വൈയും ആണെന്ന് പറഞ്ഞു അല്ലേ. ആദ്യത്തെ ഫംഗ്ഷൻ്റെ പ്രത്യേകത ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് വൈ പ്ലെയിനിലാണ് വരുന്നത്. നമ്മൾ ഇത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുതിയൊരു പ്ലെയിൻ കിട്ടി. ആ പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് യു ബി പ്ലെയിൻ. അതായത് എക്സ് മാറി യു ആയിട്ട് മാറുന്നു, വൈ മാറി വി ആയിട്ട് മാറുന്നു. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലുള്ള ഡൊമൈനെയാണ് നമ്മൾ ആർ എന്ന് വിളിക്കുന്നത്. യു വി പ്ലെയിനിലുള്ള ഡൊമൈനെയാണ് നമ്മൾ ആർ ഡാഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചൊരു ഡൊമൈൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ അറിയണമെന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഇത്രയൊന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഐ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നോക്കാം. ഇവാലുവേറ്റ് ദ ഡബിൾ ഇൻ്റഗ്രൽ ഐ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എ പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ, വേർ ആർ ഇസ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഡബിൾ ഇൻ്റഗ്രലിനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. എ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന പ്രോബ്ലമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധാരണഗതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡൊന്നും നമ്മൾ പഠിക്കുന്നില്ല. സാധാരണഗതിയിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്, ഈ വേരിയബിൾസിനെ മാറ്റണം. എക്സും വൈയും മാറ്റി ഒരു പുതിയ വേരിയബിളിലേക്ക് മാറ്റണം. അപ്പോൾ അവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നതിന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഞാൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഒന്ന് ഓർപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, നമ്മൾ സാധാരണഗതിയിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്. ഇപ്പം എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സും വൈയും ആക്സിസ് എടുക്കുന്നു, ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിൻ്റെ പ്രത്യേകത അതിൻ്റെ കോർഡിനേറ്റ് 1 1 എന്നാണ് വിചാരിക്കുക. 1 1 ആണ് കോർഡിനേറ്റ് എന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ഈ ഡിസ്റ്റൻസ് 1 ആണ്, തിരിച്ച് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് 1 1 എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ പറയും ഈ 1 1 എന്ന് പറയുന്നത് ഈ പോയിന്റിൻ്റെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് ആണെന്ന് വിളിക്കും. ഇനിയും ഈ 1 1 മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, 1 1 മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യും, എക്സ് ഡയറക്ഷനിൽ നമ്മൾ സാധാരണ മാർക്ക് ദ പോയിന്റ് 1 1 എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ഒറിജിനിൽ നിന്നും എക്സ് ഡയറക്ഷനിൽ 1 യൂണിറ്റ് മാറ്റി എക്സ് ഡയറക്ഷനിൽ 1 യൂണിറ്റ് എടുക്കുന്നു, വൈ ഡയറക്ഷനിൽ 1 യൂണിറ്റ് എടുക്കുന്നു. അപ്പം കിട്ടുന്ന പോയിന്റ്, ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആണ് ആര്, 1 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെത്തേഡ്. അപ്പോൾ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം എക്സ് ഡയറക്ഷനിൽ 1 യൂണിറ്റ് മൂവ് ചെയ്യണം, പിന്നെ വൈ ഡയറക്ഷനിൽ 1 യൂണിറ്റ് മൂവ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ P11 എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിനെ വിളിക്കുന്ന റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ്. ഇനി നമുക്ക് മറ്റൊരു തരത്തിൽ കൂടെ ഈ പോയിന്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതായത് ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താ, ഈ പോയിന്റ് ഒറിജിനിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇതാണ് ഈ പോയിന്റ് ഒറിജിനിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഡിസ്റ്റൻസ് നോക്കുക, ഒറിജിനിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയാണ്. ഈ ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പം ഒറിജിനിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ആ അകലത്തെ ഞാൻ എന്ത് വിളിക്കുന്നു, റോ എന്ന് വിളിക്കുന്നു. ഇതാണ് റോ. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ റോ എന്ന് വിളിക്കുന്നു വിചാരിച്ചു. ഇനി ഈ ഒറിജിനും നമ്മുടെ പോയിന്റുമായിട്ട് വരച്ചിരിക്കുന്ന ലൈനിൽ എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ഫൈ എന്ന് വിളിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് റോയും ഫൈയും ഉപയോഗിച്ച് നമുക്ക് പോയിന്റിൻ്റെ കോർഡിനേറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ എക്സും വൈയും ആണെങ്കിൽ ഇപ്പോൾ ആ എക്സും വൈയും മാറി എന്തൊക്കെയായി മാറി, റോയും ഫൈയുമായിട്ട് മാറി. നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എത്രയെന്നറിയാം. ഇത് 1 1 ആണെങ്കിൽ റോയുടെ സ്ഥാനത്ത് കിട്ടാൻ പോകുന്നത് നമ്മുടെ പൈതഗോറസ് തിയറി ഉപയോഗിച്ച് റോ ഇസ് ഈക്വൽ ടു √2 ആണെന്നറിയാം.
അതേപോലെ ഈ ആംഗിൾ 45 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന് അറിയാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും പോയിന്റ് P11 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്താൽ നമുക്ക് രണ്ട് തരത്തിൽ ലൊക്കേറ്റ് ചെയ്യാം. 11 എന്ന് പറയുന്ന അർത്ഥം എന്താ? ഈ 1 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്, അടുത്ത 1 വൈ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇതിനെ വിളിക്കുന്നത് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഇനി അത് മാറിയിട്ട് ഈ പോയിന്റിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ആ പോയിന്റിന്റെ കോർഡിനേറ്റ് റോ ഫൈ എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ റോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒറിജിനിൽ നിന്നും ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഫൈ എന്ന് പറയുന്നത് ഒറിജിനും പോയിന്റും കണക്ട് ചെയ്യുന്ന ലൈന് എക്സുമായിട്ട് ബേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് പോളാർ കോർഡിനേറ്റ്സ്. അപ്പോൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് എക്സും വൈയും ആയിരുന്നെങ്കിൽ പോളാർ കോർഡിനേറ്റ്സ് എന്തൊക്കെ മാറി? റോയും ഫൈയും ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിൽ നിന്നും പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. ഇനിയും റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് എക്സും വൈയും ആയിരുന്നു, പോളാർ കോർഡിനേറ്റ്സ് റോയും ഫൈയും ആണെങ്കിൽ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനുണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നു. അതിൻ്റെ പ്രൂഫിലേക്കൊന്നും പോകുന്നില്ല. എക്സ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ, അതേപോലെ വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ? എക്സ് കാണണമെങ്കിൽ റോയും ഫൈയും അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്നും നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ റോയും ഫൈയും അറിയാമെങ്കിൽ അതിൽ നിന്നും വൈ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അതല്ല, എക്സും വൈയും ആണ് നമുക്ക് അറിയാവുന്നതെങ്കിൽ അതുപയോഗിച്ച് നമുക്ക് തീർച്ചയായിട്ടും റോയും കാണാം, ഫൈയും കാണാം. ഇതാണ് പ്രത്യേകത. അപ്പോൾ ഇത് ശരിക്കും എന്താ? നമ്മുടെ എക്സും വൈയും യുടെ പേര് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, റോ ഫൈയുടെ പേര് പോളാർ കോർഡിനേറ്റ്സ്. ആക്ച്വലി എന്താ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും പോളാർ കോർഡിനേറ്റ്സും തമ്മിൽ ഒരു റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്നത് എങ്ങനെയാണ്? വാട്ട്സ് റിലേഷൻ? എക്സ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ. അപ്പോൾ ഇതാണ് റിലേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കിവിടെ സ്ക്വയർ ഇങ്ങനെ ചെയ്യുന്നു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടുപിടിക്കുന്നു വെച്ചു. വാട്ട് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റോ സ്ക്വയറിനെ കോമൺ എടുക്കാം. സോ റോ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ. കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ നമുക്ക് 1 എന്ന് വിളിക്കാം. സോ വാട്ട്സ് ആൻസർ? റോ സ്ക്വയർ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ സ്ക്വയർ. അതല്ലെങ്കിൽ വാട്ട് ഈസ് റോ? റോ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് വാല്യൂ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എക്സും വൈയും അറിയാമെങ്കിൽ റോ കാൽക്കുലേറ്റ് ചെയ്യാം. തിരിച്ച് റോയും ഫൈയും അറിയാമെങ്കിൽ എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സെക്കൻഡ് സെമ്മിൽ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഈ ഫോമുല ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചത് നിങ്ങളെ. അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എക്സ് വൈ ആൻഡ് പോളാർ കോർഡിനേറ്റ്സ് റോ ഫൈ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ. അത് എടുത്തെഴുതുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതിനെ ഞാൻ പുതിയ ഫോമിലേക്ക് മാറ്റുന്നു. പുതിയ ഫോമിലേക്ക് മാറ്റുമ്പോൾ എ പ്ലസ് എക്ക് മാറ്റമില്ല, എ ഇസ് എ കോൺസ്റ്റൻറ്റ്. എക്സിൻ്റെ സ്ഥാനത്ത് റോ കോസ് ഫൈ കൊടുക്കുന്നു, വൈയുടെ സ്ഥാനത്ത് റോ സൈൻ ഫൈ കൊടുക്കുന്നു. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എങ്ങനെ മാറുന്നു? റൂട്ട് ഓഫ് റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ. അത് റോ സ്ക്വയർ കോമൺ എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസറാണ് എ പ്ലസ് റോ എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ കിട്ടിയ ഫംഗ്ഷനകത്ത് എക്സും വൈയും ഇല്ല. അതുകൊണ്ട് നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുള്ള ഒരു ഫംഗ്ഷനാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഫംഗ്ഷന് പുതിയ പേര് കൊടുത്തു, ജി ഓഫ് റോ ഫൈ എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ചെയ്തത് എഫിനെ പുതിയ ഫംഗ്ഷനിലേക്ക് മാറ്റി, എഫ് മാറ്റി ജി ആക്കി മാറ്റി. ഇതുതന്നെയാണ് നമ്മൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസ് ചെയ്തത്. ഓർമ്മയുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞത്. എഫ് ഇസ് ഈക്വൽ ടു എക്സ് ഇറേസ് ടു എക്സ് സ്ക്വയർ എന്നായിരുന്നു. അതിനെ നമ്മൾ ജി ആക്കി മാറ്റിയപ്പോൾ അത് 1/2 ഇറേസ് ടു യു ആയിട്ട് മാറി. എന്ന് പറയുന്നത് പോലെ ഇവിടെ എഫ് എ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു. അത് ജി ആയപ്പോൾ അത് എന്തായിട്ട് മാറി? എ പ്ലസ് റോ ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ഫംഗ്ഷനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള ഫംഗ്ഷനെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലുള്ള ഫംഗ്ഷനായിട്ട് മാറ്റി. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ജക്കോബിയനാണ്.
അപ്പോൾ ജക്കോബിയൻ ഫോർമുല നോക്കി, ജക്കോബിയൻ ഫോർമുലയ്ക്കകത്ത് ആരൊക്കെയായിരുന്നു? എക്സും വൈയും എന്നുള്ളതിൽ നമ്മൾ യുവും വിയിലേക്ക് മാറ്റി. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമുക്കറിയാം യുവും വിയും ഒരു പ്രോബ്ലം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ പ്രോബ്ലത്തിൽ യു എന്ന് പറയുന്നത് ആരാണ്? റോയാണ്. വാട്ട് ഇസ് റോ? റോ ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ പോയിന്റ്. അതുപോലെ തന്നെ വിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് വേരിയബിൾ എന്ന് പറയുന്നത് ഫൈ ആണ്. ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. അപ്പോൾ നമ്മൾ ജക്കോബിയനകത്ത് നേരത്തെ പറഞ്ഞപ്പോൾ ഡോ എക്സ് വൈ ബൈ ഡോ യു വി ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഡോ എക്സ് വൈ ബൈ യു വിയുടെ സ്ഥാനത്ത് എന്ത് മാറിയത്? റോ ഫൈ ആയിട്ട് മാറി. അപ്പോൾ സെയിം ഫോർമുല എടുക്കുക, ജക്കോബിയൻ്റെ ഫോർമുല എടുത്തിട്ട് യുവും വിക്കും പകരം എന്ത് കൊടുക്കുക? റോയും ഫൈയും കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ ഫോർമുല കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോ എക്സ് ബൈ ഡോ റോ കാണുന്നു. വട്ട് ഈസ് അത് നമുക്ക് നോക്കാം. ഈ ഡോ എക്സ് ബൈ ഡോ റോ എങ്ങനെ കാണുന്നു നോക്കാം. നമുക്ക് എക്സ് അറിയാം. വാട്ട് ഈസ് എക്സ്? ഇതിവിടെ എക്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സും വൈയും നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സും വൈയും അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഡോ എക്സ് ബൈ ഡോ റോയും ഓരോന്നായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഡോ എക്സ് ബൈ ഡോ റോ നോക്കാം. സോ വാട്ട് ഈസ് ഡോ എക്സ് ബൈ ഡോ റോ? അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് ഓർക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഡോ എക്സ് ബൈ ഡോ റോ ഈസ് ഡോ ബൈ ഡോ റോ ഓഫ് എക്സ്. വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് റോ കോസ് ഫൈ. അപ്പോൾ റോ കോസ് ഫൈ ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. പ്രത്യേകത എന്താ? പാർഷ്യൽ ഡിഫറൻഷിയേഷൻ നമുക്കറിയാം. വിത്ത് റെസ്പെക്ട് ടു റോ ചെയ്യുന്ന സമയത്ത് റോയെ കോൺസ്റ്റൻ്റ് ആയിട്ട് റോ വിത്ത് റെസ്പെക്ട് ടു റോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് കോസ് ഫൈയെ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ കോസ് ഫൈ അങ്ങനെ തന്നെ എഴുതുന്നു, കോസ് ഫൈ എഴുതുന്നു. അടുത്ത് റോയുടെ മാത്രം ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് ഓഫ് റോ വിത്ത് റെസ്പെക്ട് ടു റോ ഈസ് 1. സോ വാട്ട്സ് ആൻസർ? കോസ് ഫൈ. അപ്പോൾ ഡോ എക്സ് ബൈ ഡോ റോ കിട്ടിയിരിക്കുന്നത് കോസ് ഫൈ ആണ്. ഇനി അതേപോലെ തന്നെ ഡോ എക്സ് ബൈ ഡോ ഫൈ കാൽക്കുലേറ്റ് ചെയ്യണം. ഡോ എക്സ് ബൈ ഡോ ഫൈ എന്ന് പറയുന്നത് എങ്ങനെയാണ് മാറും? ഡോ ബൈ ഡോ ഫൈ ഓഫ് എക്സ്. എക്സ് ഇസ് റോ കോസ് ഫൈ. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റോ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. റോ അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ കോസ് ഫൈയെ വിത്ത് റെസ്പെക്ട് ടു ഫൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് മൈനസ് സൈൻ ഫൈ. അപ്പോൾ റോ ഇൻറ്റു മൈനസ് സൈൻ ഫൈ, ദാറ്റ് ഇസ് ഡോ എക്സ് ബൈ ഡോ ഫൈ. ഇതേപോലെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡോ വൈ ബൈ ഡോ റോ കാണാം. അതേപോലെ ഡോ വൈ ബൈ ഡോ ഫൈ കാണാം. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എങ്ങനെയാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ അറിയാം. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂസ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഡോ എക്സ് ബൈ ഡോ റോ എന്നുള്ളത് കോസ് ഫൈ, ഡോ എക്സ് ബൈ ഡോ ഫൈ മൈനസ് റോ സൈൻ ഫൈ. അടുത്ത റോയിൽ ഡോ വൈ ബൈ ഡോ റോ എഴുതുന്നു, അതാണ് സൈൻ ഫൈ. അതേപോലെ ഡോ വൈ ബൈ ഡോ ഫൈ കാണുന്നു, അതാണ് റോ കോസ് ഫൈ. ഇതെല്ലാം നമ്മൾ കണ്ടുവച്ച് കഴിഞ്ഞു. കണ്ട ശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ആയിട്ടാണ് ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാം. അതാരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു ഡിറ്റർമിനൻ്റ് ഇപ്പോൾ 1 3 -1 -2 ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യമായിട്ട് 1ഉം -2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സോ 1 × -2, പിന്നെ ഒരു മൈനസ് സൈൻ കൊടുക്കുന്നു. അടുത്തത് ഈ -1ഉം 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് -1 × 3. സോ 1 × -2 ഈസ് -2. രണ്ട് -1 കൂടെ പ്ലസ് ആയി +3. സോ ആൻസർ 1. ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. 2/2 ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെയൊക്കെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു? കോസ് ഫൈയും റോ സൈൻ ഫൈയും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് റോ കോസ് ഫൈ എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തത് സൈൻ ഫൈയും മൈനസ് റോ സൈൻ ഫൈയും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇടയ്ക്കൊരു മൈനസ് സൈൻ കൊടുത്തു. റോ കോസ് ഫൈ ഇൻറ്റു കോസ് ഫൈ ബിക്കംസ് റോ കോസ് സ്ക്വയർ ഫൈ. ആൻഡ്
minus into minus becomes plus, so it is rho sin square phi. അവിടെ നമുക്ക് റോ കോമൺ ഫാക്ടർ എടുക്കാം. സോ റോ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ വിച്ച് ഇസ് ഈക്വൽ ടു റോ. ഇത്രയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജക്കോബിയൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ആൻസർ റോ എന്ന് കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ 1 നോക്കുക. ഇക്വേഷൻ 1 എന്താ ചെയ്തേക്കുന്നത്? ഇവിടെ ഇക്വേഷൻ 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇക്വേഷനാണ്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ നമ്മൾ യു വിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ യുവിൻ്റെയും വിയുടെ സ്ഥാനത്ത് റോയും ഫൈവ് ആണ്. അപ്പോൾ ഐ എങ്ങനെ മാറും? ഐ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡാഷ് എന്ന് മാറും. അവിടെ ജി ഓഫ് യു വി എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ അതിന് പകരം ജി ഓഫ് റോ ഫൈ എന്ന് കൊടുക്കുക. അതേപോലെ ജക്കോബിയൻ്റെ മോഡുലസ് ഇപ്പുറത്ത് കൊടുക്കുക. വാട്ട് ഇസ് മോഡുലസ്? ഡോ എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡോ റോ ഫൈ ഇൻറ്റു അവിടെ നമ്മൾ ഡി യു ഡി വി എന്ന് എഴുതിയെങ്കിൽ ഇവിടെ കൊടുക്കുക ഡി റോ ഡി ഫൈ എന്ന് കൊടുക്കുക. റോ ആർ എച്ച് ഒ റോ, ഫൈ എന്ന് വായിക്കുന്നത് പി എച്ച് ഐ ഫൈ. സ്പെല്ലിങ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള സിമ്പിൾസ് ആണ്. അപ്പോൾ ഈ ഡബിൾ ഇൻ്റഗ്രലിൽ നമ്മൾ പുതിയ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് റോ ഫൈ, ജി റോ ഫൈ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ നോക്കി ജി റോ ഫൈ എന്നുള്ളത് എത്ര കിട്ടിയിരിക്കുന്നത്? എ പ്ലസ് റോ. ആ എ പ്ലസ് റോ ഇവിടെ കൊടുക്കുക. ജി റോ ഫൈയുടെ സ്ഥാനത്ത് എ പ്ലസ് റോ കൊടുക്കുക. അതേപോലെ ജക്കോബിയൻ നമുക്ക് കിട്ടി, അതാണ് റോയ്, അതുകൂടെ കൊടുത്തു. അപ്പോൾ ജി റോ ഫൈയുടെ സ്ഥാനത്ത് എ പ്ലസ് റോ കൊടുക്കുന്നു, ജക്കോബിയൻ്റെ സ്ഥാനത്ത് റോ കൊടുക്കുന്നു, പിന്നെ ഡി റോ ഡി ഫൈ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ചെയ്യാവുന്നത് എന്താ? ഓരോന്നിൻ്റെയും ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ഈ റോയ്ക്കും ഫൈയുടെയും വാല്യൂസ് എത്ര വരും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ്? ഈ പോളാർ കോർഡിനേറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിവിടെ നേരത്തെ നോക്കുക, നമ്മുടെ പിക്ചറിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകത എന്താ? നമ്മുടെ ഡൊമെയിൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേർ ആർ ഇസ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് സർക്കിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആ സർക്കിൾ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ സർക്കിൾ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ ഈ സർക്കിളിൻ്റെ പ്രത്യേകത സെൻറ്റർ ഒറിജിനായിട്ട് വരുന്ന സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നതാണ് എ. അപ്പോൾ നമുക്കിതിനെ എന്ത് പറയാൻ പറ്റും? അപ്പോൾ സർക്കിളിനകത്തുള്ള ഏതൊരു പോയിന്റ് എടുത്താലും, നമുക്ക് ഈ സർക്കിളിനകത്തുള്ള ഏതൊരു പോയിന്റ് എടുത്താലും നമുക്ക് റോ അറിയാം. വാട്ട് ഈസ് റോ? നേരത്തെ പറഞ്ഞല്ലോ, പോളാർ കോർഡിനേറ്റ്സ് പറഞ്ഞ കൂട്ടത്തിൽ റോ എന്താന്ന് പറഞ്ഞു. ഒരു പോയിന്റിൽ നിന്നും ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് റോ എന്ന് വിളിക്കുന്നത്. അപ്പം സർക്കിളിനെ സംബന്ധിച്ച് സർക്കിളിനകത്തുള്ള ഏതൊരു പോയിന്റിൽ നിന്നും ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ ഡിസ്റ്റൻസിനെ നമ്മൾ നേരത്തെ റോ എന്ന് വിളിച്ചു. ഇവിടെ ആ റോയുടെ വാല്യൂ എത്രയാണ്? എ ആണ്. സോ റോ ഇസ് ഈക്വൽ ടു എ. അപ്പോൾ നമ്മൾ റോയുടെ വാല്യൂ ഒന്നുകിൽ ഇവിടെ ഈ പോയിന്റ് സർക്കിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റോയുടെ വാല്യൂ 0 ആയിരിക്കും. സർക്കിൾ വലുതാകും തോറും ഈ ഡിസ്റ്റൻസ് അല്ലേ, റേഡിയസ്, ഇപ്പോൾ അടുത്ത വലിയ സർക്കിളാണിത്, അതിനേക്കാൾ വലിയ സർക്കിളാണെങ്കിൽ റേഡിയസ് വീണ്ടും കൂടി അങ്ങനെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് സർക്കിൾ മുതൽ വലിയ സർക്കിൾ വരെ വാല്യൂസ് എടുക്കുകയാണെങ്കിൽ റോയുടെ വാല്യൂ എവിടെ വരെ ആകാം? 0 മുതൽ എ വരെ ആകാം. അതേപോലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ ആംഗിൾ എവിടെ മുതൽ എവിടെ വരെ ആകാം? 0 മുതൽ 2 വരെ ആകാം അല്ലെ. ഫൈ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പോയിന്റും ഈ ഒ പിയും എക്സുമായിട്ടുള്ള ആംഗിളാണ് നമ്മൾ ഫൈ എന്ന് വിളിക്കുന്നത്. നമ്മുടെ പോയിന്റ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ആംഗിൾ 0 ആണ്. പോയിന്റ് ഇവിടെ എത്തിയാൽ ആംഗിൾ 45 ആയി. പോയിന്റ് ഇവിടെയാണ് എത്തുന്നതെങ്കിൽ ആംഗിൾ 90 ആകും. പോയിന്റ് ഇവിടെ എത്തിയാലോ ആംഗിൾ 180 ആകും. തിരിച്ച് പോയിന്റ് ഇവിടെ എത്തുമ്പോഴേക്കും ആംഗിൾ 360 ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ വാല്യൂ 0 ആയിരിക്കും, ഏറ്റവും കൂടിയ വാല്യൂ 360 ഡിഗ്രി ആയിരിക്കും. 360 ഡിഗ്രി എന്നുള്ളതിന് നമ്മൾ എന്ത് വിളിക്കും? 2π എന്ന് വിളിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒറിജിനിലുള്ള ഡിസ്റ്റൻസ് 0 മുതൽ എ വരെ ആവാം. സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് സർക്കിൾ മുതൽ ലാർജർ സർക്കിൾ വരെയുള്ള റേഡിയസുകൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റേഡിയസ് 0 ആകാം, പരമാവധി എ വരെ ആകാം, 0 to a വരെ ആകാം. ആംഗിൾ എന്ന് പറയുന്നത് സർക്കിളിൽ പോയിന്റ് മാറുന്നതനുസരിച്ചിട്ട്
ആംഗിൾ മാറി മാറി എവിടെ മുതൽ എവിടെ വരെ വരാം, 0 മുതൽ 2π വരെ വരാം. അപ്പോൾ ഇതാണ് പ്രത്യേകത. എപ്പോഴും നമുക്ക് ഈ റോയുടെയും ഫൈയുടെയും ലിമിറ്റ്സ് അറിഞ്ഞിരിക്കണം. സോ റോ വേരി ഫ്രം 0 to a ആൻഡ് ഫൈ വേരി ഫ്രം 0 to 2π. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം തിരിച്ച്. അപ്പോൾ എന്താ ചെയ്തേക്കുന്നത്, നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നത് d5 അല്ലെ, ഫൈയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഫൈയുടെ ലിമിറ്റ് എന്താ, 0 to 2π അപ്ലൈ ചെയ്യുന്നു. അടുത്തത് അപ്ലൈ ചെയ്യുന്നത് 0 to 2π d5 എന്ന് കൊടുക്കുന്നു. അടുത്ത റോയുടെ ലിമിറ്റ് ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് a ആണ്. റോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഒറിജിനിൽ നിന്നും പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അത് 0 മുതൽ a വരെ ആവാം. അപ്പോൾ 0 to 2π d5 കൊടുക്കുന്നു. അടുത്തത് 0 to a d റോ a പ്ലസ് റോ എന്ന് കൊടുക്കുന്നു, a പ്ലസ് റോ ഇൻറ്റു റോ എന്ന് കൊടുക്കുന്നു. കാര്യം ഇവിടെ ഡി റോയുടെ കൂടെ വരുന്നത് റോയിലുള്ള എല്ലാം വരും. റോയിലുള്ള ആരൊക്കെ ഉണ്ട്, ഒന്ന് റോ മാത്രമുണ്ട്, അടുത്തുകൊണ്ട് a പ്ലസ് റോ ഉണ്ട്. ഇതെല്ലാം കൂടെ ഡി റോയുടെ ഇൻ്റഗ്രലിനകത്ത് വരും. അടുത്തത് ഫൈയുടെ ഇൻ്റഗ്രലിനകത്ത് d5 മാത്രമേ വരുന്നുള്ളൂ. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആദ്യം ഇൻ്റഗ്രൽ d5 എന്ന് പറയുന്നത് d5 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 5. അപ്പോൾ അവിടെ 5 എന്ന് കൊടുത്തു. ഫൈയുടെ ലിമിറ്റ്സ് ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 2π ആണ്. അടുത്തത് നമുക്ക് വേണ്ടത് a പ്ലസ് റോ ഇൻറ്റു റോ. ആദ്യം എയും റോയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ചെയ്യുമ്പോൾ അത് a റോ ആയിട്ട് മാറും. അതേപോലെ റോ ഇൻറ്റു റോ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദാറ്റ് ഇസ് റോ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും, a റോ പ്ലസ് റോ സ്ക്വയർ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നു. ആദ്യം ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, a റോയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇൻ്റഗ്രൽ d5 കണ്ടപ്പോൾ 5 കിട്ടി. 5യുടെ ലിമിറ്റ് കൊടുത്തു, അപ്പർ ലിമിറ്റ് 2π എന്ന് കൊടുത്തു, ലോവർ ലിമിറ്റ് 0 എന്ന് കൊടുത്തു. അതിവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ 2π മൈനസ് 0 എന്നിവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് a റോയെ ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലേ. a റോയുടെ പ്രത്യേകത എന്താ, a ഇസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് വാട്ട് ഇസ് ഇൻ്റഗ്രൽ ഓഫ് റോ, ഇൻ്റഗ്രൽ ഓഫ് റോ ഇസ് റോ സ്ക്വയർ ബൈ 2 അല്ലേ. ഇൻ്റഗ്രൽ ഓഫ് x സ്ക്വയർ ബൈ 2 എന്ന് പറയുന്ന പോലെ റോ വേരിയബിൾ ആണ്, അതുകൊണ്ട് റോയുടെ ഇൻ്റഗ്രലാണ് റോ സ്ക്വയർ ബൈ 2. അതേപോലെ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x³ 3 എന്ന് പറയുന്ന പോലെ റോ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എത്ര വരും, ρ³ വരും. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു റോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ ലിമിറ്റ് കൊടുക്കാൻ പോവാണ്. ലിമിറ്റ് എന്ന് പറയുന്നത് റോയുടെ വാല്യൂസ് ആണ്. റോയുടെ വാല്യൂസ് മാക്സിമം വാല്യൂ a ആണ്, മിനിമം വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് a എന്നും ലോവർ ലിമിറ്റ് 0 എന്നും കൊടുക്കുന്നു റോയുടെ സ്ഥാനത്ത്. അപ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത് നോക്കിയേ, 2π മൈനസ് 0 ഇസ് 2π, a ഇൻറ്റു റോയ്ക്ക് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു. അപ്പോൾ a²/2 പ്ലസ് ρ³ ബിക്കംസ് a³/3 അപ്പർ ലിമിറ്റ് കൊടുത്തു. ലോവർ ലിമിറ്റ് 0 കൊടുക്കേണ്ട കാര്യമില്ല, കാര്യം റോയുടെ സ്ഥാനത്ത് 0 കൊടുത്താൽ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോയിക്കോളും. ഇനി അത് സിംപ്ലിഫൈ ചെയ്തു, a³/2 പ്ലസ് a³/3 ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൈനലായിട്ട് കിട്ടിയ ആൻസറാണ് 5πa³/3. 5πa³/3 എന്നാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉള്ള മെത്തേഡാണ് നമ്മളിതുവരെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത ഇതാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ തന്നിരിക്കുന്ന കോർഡിനേറ്റ്സ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നിന്നും നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫോർമുല അറിഞ്ഞിരിക്കുക. അതുപോലെ ഇക്വേഷൻ 1 എടുക്കുക. ഇക്വേഷൻ 1-നകത്ത് uv-യുടെ സ്ഥാനത്തൊക്കെ ρ5 കൊടുക്കുക. പുതിയ ഫംഗ്ഷൻ കിട്ടുന്നു. ആ പുതിയ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ്സ് ആവശ്യമാണ്. ലിമിറ്റ്സ് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് അറിഞ്ഞിരിക്കുക. ആംഗിള് 0 മുതൽ 2π വരെ വരാം. കാര്യം പോയിന്റ് മാറുന്നതനുസരിച്ച്, സർക്കിളിലെ പോയിന്റ് മാറുന്നതനുസരിച്ച് ആംഗിള് 0 ആകാം, 2π ആകാം. അതേപോലെ ഡിസ്റ്റൻസ് ഒറിജിൻ മുതൽ സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒറിജിൻ മുതൽ സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ് അത് 0 മുതൽ a വരെ വരാം. ഈ ലിമിറ്റ്സ് കൊടുക്കുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആവും. അപ്പോൾ ഇതാണ് ഡബിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് ഡബിൾ ഇൻ്റഗ്രലിനെ നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ജക്കോബിയൻ മെത്തേഡ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ഇൻ്റഗ്രലിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു നമ്മളത് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് മെത്തേഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വീഡിയോയുടെ കണ്ടൻറ്റാണ്. അടുത്ത വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്
ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ച്, ഇപ്പോൾ നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ചാണ് ചെയ്തത്. ഇനിയും ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.